സഞ്ചാരികളുടെ പറുദീസയായ ഇടുക്കിയിലെത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വർധന. ജില്ലയുടെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഈ വർഷം എത്തിയത് 20 ലക്ഷത്തോളം സഞ്ചാരികൾ. കനത്ത മഴ മൂലം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കുറേ ദിനങ്ങൾ അടച്ചിട്ടുവെങ്കിലും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചുവെന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ വർഷം ജൂലൈ വരെയുള്ള കണക്കുകൾ പ്രകാരം 19,42,354 ടൂറിസ്റ്റുകൾ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലുള്ള 12 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. കഴിഞ്ഞ വർഷം ഈ കേന്ദ്രത്തിലെത്തിയത് 33,86,012 സഞ്ചാരികളാണ്. 22,22,043 ടൂറിസ്റ്റുകൾ ജില്ലയിലെത്തി. ഓണക്കാലമാകുന്നതോടെ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഇനിയും വർധനവുണ്ടാകുമെന്നാണ് DTPCയും വ്യക്തമാക്കുന്നത്. ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രം വാഗമൺ തന്നെ. വാഗമൺ പുൽമേടുകളും മൊട്ടക്കുന്നുകളും കാണാൻ 5,43,979 സഞ്ചാരികളും വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ 5,08,505 ടൂറിസ്റ്റുകളും എത്തി. ജനുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ 1 ലക്ഷത്തിലേറെ സഞ്ചാരികളാണ് വാഗമണിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാനെത്തിയത്. മൊട്ടക്കുന്നുകളും പുൽമേടുകളും തേയിലത്തോട്ടങ്ങളും സാഹസിക വിനോദസഞ്ചാര സാധ്യതകളുമാണ് വാഗമൺ തുറന്നിടുന്നത്. ഗ്ലാസ് ബ്രിഡ്ജാണ് യാത്രക്കാരെ വലിയ തോതിൽ ഇവിടേക്ക് ആകർഷിക്കുന്നത്. പാറക്കൂട്ടങ്ങളിൽ ഒരു റോക്ക് ക്ലൈംബിങ്ങിനും ട്രക്കിങ്ങിനും മലകയറ്റത്തിനും പാരാഗ്ലൈഡിങ്ങിനുമെല്ലാം ഇവിടെ അവസരമുണ്ട്. ഇനി കാടും മേടും പൂക്കളും ആസ്വദിക്കണമെന്നാണെങ്കിൽ വ്യത്യസ്തങ്ങളായ പുഷ്പങ്ങളും പക്ഷികളും സസ്യലതാദികളും വാഗമണ്ണിലുണ്ട്. മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനാണ് ഏറെ സഞ്ചാരികളെ ആകർഷിച്ച മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രം. 3,15,317 വിനോദസഞ്ചാരികൾ ഈ വർഷം ഇവിടെ എത്തി മടങ്ങി. രാമക്കൽമേട്, പാഞ്ചാലിമേട്, ശ്രീനാരായണപുരം വെള്ളച്ചാട്ടം, ആമപ്പാറ, ഇടുക്കി ഹിൽവ്യൂ പാർക്ക്, മാട്ടുപ്പെട്ടി, അരുവിക്കുഴി എന്നിവിടങ്ങളിലും ഇക്കാലയളവിൽ സന്ദർശകരുടെ പ്രവാഹമായിരുന്നു. ഈ വർഷം രാമക്കൽമേട്ടിലെത്തിയത് 1,43,480 വിനോദസഞ്ചാരികളാണ്. പാഞ്ചാലിമേട്ടിലെത്തിയത് 1,09,219 സഞ്ചാരികൾ. ശ്രീനാരായണപുരം വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി നുകരുവാൻ എത്തിയവരുടെ എണ്ണം 85,375 രാമക്കൽമേടിനടുത്തുള്ള ആമപ്പാറയിൽ 71,264 സഞ്ചാരികളും ഇടുക്കി അണക്കെട്ടിന് സമീപത്തെ ഹിൽവ്യൂ പാർക്കിൽ 67,370 വിനോദസഞ്ചാരികളും സന്ദർശനം നടത്തി. 66,159 സഞ്ചാരികൾ മാട്ടുപ്പെട്ടിയിലുമെത്തി. അരുവിക്കുഴി വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തിയ സന്ദർശകരുടെ എണ്ണം 15,707. ഓണ അവധി കൂടിയാകുന്നതോടെ വിനോദസഞ്ചാരികളുടെ കടന്നുവരവിൽ വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കാർഷിക മേഖല വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ വിനോദസഞ്ചാര മേഖലയിൽ ഉണ്ടാകുന്ന ഉണർവ് ഇടുക്കിക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. സിറ്റി വിഷൻ, മൂന്നാർ.